السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. وما توفيق إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങൾ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹിജ്റ 1448 വർഷത്തിലേക്ക് നമ്മളൊക്കെ കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഹിജ്റ വർഷത്തിലെ ആദ്യ മാസം മുഹറം വളരെ അനുഗ്രഹീതവും പവിത്രവുമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു തൗബയിൽ അതിൻ്റെ 36-ാമത് ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ്സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അള്ളാഹു എത്ര സുന്ദരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. ആകാശഭൂമി സൃഷ്ടിച്ച ആ ദിവസം തന്നെ അള്ളാഹുവിൻ്റെ രേഖയിൽ മാസങ്ങൾ 12 മിൻഹ അർബഅത്തുൻ ഹുറും. അതിൽ 4 വളരെ പരിശുദ്ധമാണ്. 4 വളരെ പരിശുദ്ധമായ മാസം. ദാലിക ദീനുൽ ഖയ്യിം, അത് ചൊവ്വായ ദീനാണ്. അതുതന്നെയാണ് ദീനിൻ്റെ യഥാർത്ഥ ആശയവും. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അതിനാൽ ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം കാണിക്കരുത്. ഇവിടെ 12 മാസം ഒരു വർഷത്തിലുണ്ട്. അതിൽ 4 മാസം വളരെ മഹത്വം നിറഞ്ഞതാണ്. ഏതാണ് ആ മാസം? ഹദീസാണ് ആ മാസം ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആയത്തിൽ 4 മാസം പരിശുദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ 4 മാസം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ അന്ന് സ്വഹാബത്തിനോട് ചെയ്ത പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഈ മാസം അർബഅത്തുൻ ഹുറും, 4 മാസം വളരെ പരിശുദ്ധമാണ്. സലാസത്തും മുത്തവാലിയ, 3 തുടർച്ചയായിട്ട് വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ ഒരു മാസം ഉള്ളത് റജബാണ്. ഈ 4 മാസങ്ങളിലും അറബികൾ വളരെ പവിത്രതയോടെ കണ്ടിരുന്നു. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. കാരണം പരിശുദ്ധ കഅബാലയത്തിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഒരു സുരക്ഷിതത്വവും ഒരു നിർഭയത്വവും കിട്ടുന്നതിന് വേണ്ടി യുദ്ധങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു. യുദ്ധങ്ങൾ വേണ്ട. കാരണം ദുൽഖഅദ ഹജ്ജിന് പോകുന്ന മാസമാണ്. ദുൽഹിജ്ജ അതിൻ്റെ ഏതാനും ദിവസങ്ങൾ ഹജ്ജ് നടക്കുന്ന, പിന്നെ അത് കഴിഞ്ഞിട്ട് മുഹറമൊക്കെ തിരിച്ച് മടങ്ങുന്ന ഒരു സമയമാണ്. എന്നാൽ റജബ് ആവട്ടെ, റജബിൽ അറബികൾക്കൊക്കെ ഒരു കഅബ കാണുന്ന, ഒരു ഉംറ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക്, ഹജ്ജ് ഉംറ കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകൾക്കൊരു പ്രയാസം വേണ്ട, ഒരു മശക്കത്ത് ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ച് യുദ്ധങ്ങൾ അവർ വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ജാഹിലിയ്യ കാലഘട്ടത്തിലും ഈ മാസങ്ങൾക്ക് പരിശുദ്ധിയുണ്ട്. എന്നാൽ ഇസ്ലാം വന്നപ്പോൾ അതേ രൂപത്തിൽ തന്നെ
പഠിപ്പിച്ചു. ആ 4 മാസത്തെ ഇസ്ലാം പരിശുദ്ധമാക്കി. അതുകൊണ്ട് അവർ ഈ 4 മാസത്തിൽ അവർ യുദ്ധം ഉണ്ടാവില്ല. സ്വന്തം പിതാവിൻ്റെ ഘാതകനെ കണ്ടാൽ പോലും അവർ പ്രതികാരം ചോദിക്കുകയില്ല എന്ന് വരെ ഇത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ഒരു സ്വഭാവമായിട്ട്. അപ്പോൾ ഈ മാസങ്ങൾ മുഹറമാവട്ടെ അതിൻ്റെ ആദ്യത്തെ 10 ദിവസം വളരെ പരിശുദ്ധമാണ്. നോമ്പ് നോൽക്കാൻ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂലിയുള്ളത് മുഹറത്തിലാണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് ഹദീസിൽ കാണാം. ഇത് സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത ഇത്രയാണ്. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ മെച്ചാണ്. 10 ഏതായാലും മഹത്താണ്, 9 മഹത്താണ്. 10-ന് ആഷൂറ എന്ന് നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് ഇക്കഫിറു സനത്തൽ മാവിയ, കഴിഞ്ഞൊരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്നു. എന്നിട്ട് മുഹറം 9-ൻ്റെ അന്ന് നോമ്പെടുക്കാൻ റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്തൊരു കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-ന് കൂടി ആ നോമ്പ് നോൽക്കുമായിരുന്നു. ഇത് പറയാനുള്ള സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജൂതന്മാർ മുഹറം 10-ന് നോമ്പെടുക്കുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മൂസാ നബിനെ ബഹുമാനിക്കാൻ അവരെക്കാൾ ഏറ്റവും അർഹത നമുക്കാണല്ലോ. അതുകൊണ്ട് നമ്മൾ മൂസാ നബിനോടുള്ള ബഹുമാനം കൊണ്ട് അവരുടെ ഒരു പടി അപ്പുറത്തേക്ക് അവരെക്കാൾ മുമ്പിലെത്താൻ ചെയ്ത ഒരു കാര്യമാണ് മുഹറം 9-നും കൂടി നോമ്പെടുക്കുക. അത്രയും. അതുപോലെ ആ മുഹറം 9-നും 10-നും ചില കിതാബുകളിൽ പറയുന്നുണ്ട് ഒറ്റയാക്കൽ സുന്നത്ത്, 11-നും കൂടെ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും വളരെ മഹത്വമുള്ള ഇബാദത്തുകൾക്ക് വലിയ പുണ്യമുള്ള ഒരു മാസമാണ് ഈ മുഹറം മാസം. അതിനെ അർഹിക്കുന്ന ബഹുമാനത്തോടെ അതിനെ സമീപിച്ചുകൊണ്ട് ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.